തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന 9ാം ക്ലാസ്സിന്റെ ഫിസിക്സ് എക്സാമിൽ നിങ്ങൾ കാണാൻ ചാൻസ് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിന്റെ പ്രഡിക്ഷൻ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പൊന്നുമക്കളെ, ആദ്യമേ ഒരു കാര്യം, ഏതെങ്കിലും ഒരു കുട്ടി ഈ ക്ലാസ് കണ്ടിട്ട് എന്നോട് ചോദിക്കുകയാണ്, മാഷേ ഇത് മാത്രം കണ്ടാൽ മതിയോ, ഇത് മാത്രം പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടുമോ എന്നൊക്കെ ഒരുത്തൻ ചോദിക്കുകയാണെങ്കിൽ അവനോട് എനിക്ക് പറയാനുള്ളത് ഇതാ ഈ ഒരു സീനാണ്. ദയവ് ചെയ്ത് എന്നെ കൊണ്ട് വേറെ പറയിപ്പിക്കരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് ഗൈസ്, ആ ലെവൽ മാത്രം എടുക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്, എടാ ഇത് മാത്രം പഠിച്ചാൽ A+ കിട്ടുമോ? ഇല്ല. പക്ഷെ ഇതെന്താ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ആ പാഠഭാഗങ്ങളിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും ഹൈ ലെവൽ സാധനങ്ങൾ. ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതിനാണ് ഞാൻ ഇടുന്നത്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടി, ഞാൻ ഈ പറയുന്ന ഓരോ ഭാഗത്തുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, ആ ഭാഗം പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ അല്ലേ? സോ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് ഒന്നാമത്തെ പാഠം തുടങ്ങാം. ഏതാ നമ്മുടെ ഒന്നാമത്തെ പാഠം? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ അപവർത്തനം. ഈ പാഠത്തിന് പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ പാഠത്തിൽ ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നത് ചിത്രങ്ങൾ വരയ്ക്കാനാണ്. നിങ്ങളോട് ചിത്രം വരയ്ക്കാൻ വേണ്ടി പറയും. ഫോർ എക്സാമ്പിൾ, ലൈറ്റ്, നമ്മുടെ പ്രകാശം വെള്ളത്തിൽ നിന്ന് എയറിലേക്ക് പോവും, എയറിൽ നിന്ന് വെള്ളത്തിലേക്ക് വരും, എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് പോവും, തിരിച്ച് അങ്ങോട്ട് പോവും. അങ്ങനെ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് പോകുമ്പോൾ ആ ചിത്രം വരയ്ക്കാൻ വേണ്ടി പറയും. ആ ചിത്രം വരയ്ക്കാൻ നന്നായിട്ട് പഠിച്ചോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിക്കണം. ഓക്കെ അല്ലേ? സോ ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനുള്ള ചോദ്യം ഉണ്ടാവും. അപവർത്തനാങ്കം N=C/V, ആ ടൈപ്പ് ചോദ്യങ്ങളില്ലേ, ആ ടൈപ്പ് ചോദ്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനി മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ, നിങ്ങളോട് ഈ 2-3 ആൾക്കാർ തമ്മിലുള്ള ബന്ധം ചോദിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താ? ഒരാൾക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലാണെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്തായിരിക്കും? മലയാളത്തിൽ പറയുകയാണെങ്കിൽ പ്രകാശിക സാന്ദ്രതയും അപവർത്തനാങ്കവും തമ്മിലുള്ള ബന്ധം എന്ത്? അതും പ്രകാശത്തിന്റെ സ്പീഡ്, വേഗതയും തമ്മിലുള്ള ബന്ധം എന്ത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആർക്കാണ് സ്പീഡ് കൂടുതൽ, ആർക്കാണ് സ്പീഡ് കുറവ്? ആ ടൈപ്പ് ചോദ്യങ്ങൾ ഒന്ന് പരിചയപ്പെടണം. നമ്മൾ ലൈവുകളിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്ന് രാത്രിയുള്ള ലൈവിലും ഡിസ്കസ് ചെയ്യും. ഇന്ന് രാത്രിയുള്ള മെഗാ മാരത്തോൺ ലൈവ് ഒരു കാരണവശാലും മിസ്സാക്കരുത്. സാർ, അടുത്ത ചോദ്യം ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തര പ്രതിപതനം. ആ ചിത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊരു കാരണം ഇവിടുന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, മറ്റൊരു സംഭവം ചോദിക്കാനുള്ളത് റീസൺസ് ആണ്, കാരണങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നക്ഷത്രങ്ങൾ തിളങ്ങാൻ കാരണം എന്ത്? വെള്ളത്തിന് അടിയിലുള്ള ഒരു വസ്തു ഉയർന്ന പോലെ തോന്നാൻ കാരണം എന്ത്? ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൽ ഉപയോഗിക്കുന്ന പ്രതിഭാസം ഏത്? അങ്ങനെ ചോദ്യങ്ങളൊക്കെ അല്ലേ. സോ അങ്ങനെയുള്ള കാരണങ്ങൾ കൂടി ഈ പാഠത്തിൽ ചോദിക്കും. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. ഇത് പഠിക്കാണ്ട് എക്സാം ഹാളിലേക്ക് പോകരുത്. സോ സ്റ്റെപ്പ് നമ്പർ 1, ഒന്നാമത്തെ പാഠത്തിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നൊന്ന് ഉറപ്പിക്കുക. ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടി, വേഗം അത് പ്രാക്ടീസ് ചെയ്യുക. ഇനി രണ്ടാമത്തെ പാഠം എടുക്കുക. എന്താ നമ്മൾ രണ്ടാമത്തെ പാഠത്തിൻ്റെ പേര്? ഇക്വേഷൻസ് ഓഫ് മോഷൻ, ചലന സമവാക്യങ്ങൾ. ഈ പാഠത്തിൽ എന്താ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പഠിക്കാനുള്ളത്? ഒന്നാമത്തത് സ്പീഡും വെലോസിറ്റിയാണ്. ഒന്നെങ്കിൽ നിങ്ങളോട് സ്പീഡും വെലോസിറ്റിയും കാണാൻ വേണ്ടി പറയും, വേഗം എത്ര അല്ലെങ്കിൽ പ്രവേഗം എത്ര കാണാൻ വേണ്ടി പറയും. അല്ലെങ്കിൽ നിങ്ങളോട് സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ചോദിക്കും, ഡിഫറൻസ് ചോദിക്കും. സോ സ്പീഡും വെലോസിറ്റിയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമതാണ് സൈൻ ബോർഡ്. നിങ്ങൾക്കറിയാം ആ 3 ടൈപ്പ് സൈൻ ബോർഡ് ഇല്ലടാ, ആ സൈൻ ബോർഡ് എന്തായാലും പഠിച്ചു വെക്കുക. അതിൻ്റെ എന്തൊക്കെയാണ് എക്സാമ്പിൾ ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കുക. സോ എക്സാമ്പിളും സൈൻ ബോർഡും നന്നായിട്ട് പഠിച്ചു വെക്കണം. മൂന്നാമത്തെ ഒന്നാണ് കാൽനട യാത്രക്കാർ, പെഡസ്ട്രിയൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വേണമെങ്കിൽ നിയമങ്ങൾ വല്ലതുണ്ടെങ്കിൽ ആ നിയമങ്ങളെ പറ്റിയൊക്കെ പറയാം. SCERTന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഉള്ള സാധനം. സോ കാൽനട യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് നോക്കി വെക്കുന്നത് വളരെ നന്നായിരിക്കും. മറ്റൊന്നാണ് ഗ്രാഫ് വരയ്ക്കാൻ. മക്കളെ ഉറപ്പിച്ചോ, ഗ്രാഫ് വെച്ചുള്ള ചോദ്യം ഉറപ്പായിട്ടുണ്ടാവും. കാരണം എന്താ, ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഗ്രാഫ് എന്ന് ചോദ്യം ഇടാതെ വേറെ നിർവാഹമില്ല. സോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പായിട്ടും ഗ്രാഫ് വരയ്ക്കാനുണ്ടായിരിക്കും. സോ ഗ്രാഫ് എങ്ങനെ വരയ്ക്കുക, ആ ഗ്രാഫുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ എങ്ങനെ ചെയ്യുക എന്നൊക്കെ പഠിച്ചു വെക്കണം. ഒരു ഗ്രാഫ് കണ്ടാൽ, ഒരു ഗ്രാഫിൻ്റെ പ്രത്യേകത കണ്ടാൽ, ഇത് യൂണിഫോം മോഷൻ ആണോ, ഇയാൾ നിശ്ചലാവസ്ഥയിലാണോ, ഇയാൾക്ക് ആക്സലറേഷൻ ആണോ, ത്വരണമാണോ, മന്ദീകരണമാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ത്രാണി ഉണ്ടാവണം. സോ ആ ലെവലിൽ ചിത്രങ്ങളും വീഡിയോകളും ലൈവുകളും ഒക്കെ കാണുക, സെറ്റാക്കുക. പിന്നെ ഇവിടെ നിന്ന് എന്താ ചോദിക്കുക? പ്രോബ്ലം, കണക്കിൻ്റെ പ്രോബ്ലം ഉറപ്പാ. ഈ പാഠത്തിൽ കണക്കിൻ്റെ പ്രോബ്ലം എന്തായാലും ഉണ്ടാവും. അതൊരു കോമൺ സെൻസലടാ. ഇവിടെ എന്തൊക്കെയാണ് ചിലപ്പം ചോദിക്കും, V കാണാനുള്ള ഇക്വേഷൻ ചോദിക്കും. ഓർമ്മയുണ്ടോ? V=U+AT, അല്ലെങ്കിൽ V²=U² + 2AS, അല്ലെങ്കിൽ S കാണാനുള്ള പ്രോബ്ലം ചോദിക്കും. S=UT+12AT², അത് വെച്ചുള്ള പ്രോബ്ലം. അല്ലെങ്കിൽ ആക്സലറേഷൻ ചോദിക്കും, ത്വരണം A=V−U/T. സോ പ്രോബ്ലംസ് ചെയ്ത് നോക്കിക്കേ. പ്രോബ്ലംസ് അറിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ, പ്രോബ്ലംസ് ചെയ്ത് നോക്കുക, നമുക്ക് ഉഷാറാക്കാം. അങ്ങനെ നമ്മൾ ഒന്നാമത്തെ പാഠം
പാഠം രണ്ടാമത്തെ പാഠം കഴിഞ്ഞ് ഇനി മൂന്നാമത്തെ പാഠം. അതിന് മുമ്പ് ഈ ഒരു കാര്യം പറയട്ടടാ, ശരിക്കും ഓണം എക്സാംസ് ഒക്കെ ടഫ് ആയിക്കൊണ്ടേയിരിക്കുക. ഫിസിക്സ് ഒക്കെ മിക്കവാറും പാടി തരും. അങ്ങനെയാണെങ്കിൽ പോലും ക്രിസ്മസ് എക്സാമിന് ഈ ഗതികേട് നമുക്ക് വരരുത്. നമ്മൾ നേരത്തെ പഠിച്ചു തുടങ്ങണം. അതിന് എജുപോർട്ടിന്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ ഇപ്പം തന്നെ ജോയിൻ ചെയ്യാം. ഈ സമയത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഓഫർ ഉണ്ടടാ? ഏർലി ബേർഡ് ഓഫർ ഉണ്ട്. താഴെ അതിന്റെ ഫോം ഉണ്ടായിരിക്കും. നമുക്ക് നേരെ മൂന്നാമത്തെ പാഠത്തിലേക്ക് കിടക്കാം. ഏതാ മൂന്നാമത്തെ പാഠം? ലോസ് ഓഫ് മോഷൻ. ഓ മൈ ഗോഡ്, ഇതെന്താ അങ്ങനെ? പോട്ടെ, നോ പ്രോബ്ലം. ഈ മൂന്നാമത്തെ പാഠത്തിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ? ഒന്നാമത്തെ ഭാഗമാണ് റിസൾട്ടന്റ് ഫോഴ്സ് കണ്ടെത്താൻ വേണ്ടി പറയും. പരിണത ബലങ്ങളോട് കണ്ടെത്താൻ വേണ്ടി പറയും. ചിലപ്പോൾ കൂടെ എക്സാമിന് കഴിയും, ഒരാളുണ്ട്, അയാൾ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് തള്ളുന്നു, കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് തള്ളുന്നു, അങ്ങനെയൊക്കെ തള്ളുന്നു എന്ന് പറയും. എന്നിട്ട് ഇങ്ങോട്ട് ചോദിക്കും റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ പരിണത ബലം എത്രയെന്ന്. സോ പരിണത ബലം കണ്ടെത്താൻ വേണ്ടി നന്നായിട്ട് പഠിക്കുക. ഇനി മറ്റൊന്നാണ് ബാലൻസ്ഡ് ഫോഴ്സും അൺബാലൻസ്ഡ് ഫോഴ്സും, സന്തുലിത ബലവും അസന്തുലിത ബലവും. ഈ രണ്ട് ആൾക്കാർ തമ്മിലുള്ള വ്യത്യാസം പഠിക്കണം. എപ്പോഴാണ് ഒരാൾ ബാലൻസ്ഡ് ആവുക, എപ്പോഴാണ് ഒരാൾ അൺബാലൻസ്ഡ് ആവുക, സന്തുലിത ബലം എന്ന് പറഞ്ഞാൽ എന്താ, ഇതൊക്കെ നന്നായിട്ട് നോക്കുക. പിന്നെ ആ പാഠത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു ഹെഡിങ് ആണ് ഇനീഷ്യ, ജഡത്വം. സോ ജഡത്വം ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? ഇനീഷ്യ ഓഫ് റെസ്റ്റ്, ഇനീഷ്യ ഓഫ് മോഷൻ, ചലന ജഡത്വം, നിശ്ചല ജഡത്വം. അതിനൊരു എക്സാമ്പിളും കൂടി നോക്കിയാൽ സെറ്റ്. ഇതാണ് തേർഡ് ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ അല്ലേ? സോ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നതാ, നമ്മൾ ഇന്നെടുത്ത ക്ലാസ്സിന്റെ അല്ലെങ്കിൽ ഇന്നെടുത്ത ഈ പ്രഡിക്ഷൻ വീഡിയോന്റെ ഇതിവൃത്തം എന്താ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ പഠിക്കണം, എന്തായാലും നിങ്ങൾ പഠിക്കണം. സെറ്റ് എന്ന് പറഞ്ഞാൽ പൊളിയാക്കണം. അത് പഠിക്കാണ്ട് ബാക്കിയൊരു ഭാഗങ്ങൾ പഠിക്കരുത്. റെഡി അല്ലേ? സോ ഗൈസ്, നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കുക, ഒരു കമന്റ് ഫയറോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കുക. സോ ഗൈസ്, ഇന്ന് രാത്രി ലൈവിൽ കാണാം. ബൈ.